ഇന്ന് നമുക്ക് ദിൽ തോ പാഗൽ ഹേ കാണാം. ഏയ് ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പാ, ഞാൻ അച്യുതൻ. അയ്യോ നീ എപ്പോ വന്നടാ? പൈപ്പാണല്ലേ? എനിക്കറിയാം, എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാം. എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ വിശേഷമല്ലേ ആയോ? ഓ കല്യാണം കഴിഞ്ഞ് 15 ദിവസമല്ലേ ഉള്ളൂ, അതിന് മുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്താനവൻ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവന്റെ ഉദ്ദേശം? ഗർഭിണിയാണെന്നറിയാൻ. 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മിഷനോ? അതിനിത്തിരി നേരവും കാലമൊക്കെ എടുക്കും. പറഞ്ഞത് 1 മാസമെങ്കിലും. ശരി, സമ്മതിച്ചു. പിന്നെ കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഇല്ല, എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ വല്ലാത്തൊരു ടെൻഷനാണ് നിനക്ക്. ബാബാ എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? 1 മാസം. ഓ ഓ വീട്ടുകാർക്ക് സുഖമായിരിക്കുന്നു. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ? ശരി പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത്. ഞങ്ങള് അമേരിക്കൻ എയർപോർട്ടിലെ ഒരു ദിവസം ഇങ്ങനെ. അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അമേരിക്കൻ എയർപോർട്ടിൽ പകച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടാ ട്രാപ്പ് കാണാൻ പറ്റില്ല. പാപ്പോ പണക്കാരെ വിശ്വസിക്കരുതെന്ന് എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? ഭാര്യയ്ക്ക് സുഖാണോ? ഓ ഭാര്യ. അയ്യോ, അത് മച്ചാൻ കിട്ടിയ പെണ്ണാ. എടി മണ്ടി, എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ മാത്രമേ അവളെന്റെ ഭാര്യയായിട്ടുള്ളൂ. എല്ലാരും പറയുന്നത് ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു. തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ. നീ വിശ്വസിക്കാതിരുന്നാ മതി. എനിക്ക് ഇതിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. ഇനി വൈകിക്കില്ല. അച്ഛനറിയും മുമ്പ് നമ്മുടെ കല്യാണം നടത്തണം. മച്ചാനോടൊന്ന് സംസാരിക്കട്ടെ. ബാലകൃഷ്ണ, എന്തോ ആ വണ്ടി ഒന്ന് കൈയിട്. ഓ മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണിയോടെ ഞാൻ ചെയ്യാം. എന്താണ് നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴിയടാ. ലക്ഷ്മി ലക്ഷ്മി, അവിടെ അങ്ങോട്ട് കഴിയേ, നല്ലോണം കഴിയേ. മച്ചാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ചെയ്യാം. ചെന്താമരയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഈ വഴി നേരെ പോയാ പെരുവഴിയെത്തും. ഈ സഹായം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു. അത് ശരി, ഇപ്പൊ കാര്യം മാറാണല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാം തുറന്നു പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന്റെ അല്ല, ലക്ഷ്മിയുടെ. ഇനിയും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യം ലക്ഷ്മിയെ തുറന്നു പറയും. മണ്ടത്തരം കാണിക്കാതെ. പിന്നെ എന്താ ചെയ്യാ? ചെയ്യാം. എടാ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമരെ ഈ വീട്ടിലോട്ട് കയറ്റണം. എങ്ങനെ? എന്റെ ഭാര്യയായിട്ട്. പിടിക്കോ? ഏയ്, ഞാൻ അത്രക്കാരനല്ല. അതല്ല അച്ഛൻ. നിന്റെ അച്ഛൻ അത്രയ്ക്ക് വൃത്തിയിട്ടുണ്ടാണോ? തമാശ കളിക്കരുത്. അച്ഛൻ ഈ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന്. പിടി കൊടുക്കാതെ നോക്കാം. പിന്നെ പിടിച്ചാൽ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ.